പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ പ്രഭാത ചിന്ത: ഓർത്തുകൊള്ളുവീൻ, അഹങ്കാരം പിടിയാനും നേട്ടങ്ങൾ വരിക്കാനും പാപത്തിൽ വീഴാതിരിക്കാനും നന്ദിയുള്ളവരായിരിക്കാനും ഓർമ്മകൾ ഉപകരിക്കും. ഒരാത്മീകൻ എന്തെല്ലാം ഓർക്കണം? 1. മുമ്പേ ആരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക. എഫേസ്യ ലേഖനം 2:12. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ആരായിരുന്നു എന്നത് ആരാധനയ്ക്ക് മാത്രമല്ല, അഹങ്കാരം വെടിയാനും ഉപകരിക്കും. 2. നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. എബ്രായ ലേഖനം 13:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. രക്ഷാവചനങ്ങൾ ചൊല്ലിത്തൊന്ന് രക്ഷയിലേക്ക് നടത്തി രക്ഷാനിർണയം ഉള്ളവരാക്കിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ മറക്കരുത്. 1 കൊരിന്ത്യർ ലേഖനം 3:6 രേഖപ്പെടുത്തുകയാണ്: ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. 3. അപ്പോസ്തോലിക വചനങ്ങൾ ഓർത്തുകൊള്ളുക. യൂദായുടെ ലേഖനം 17-18 വാക്യങ്ങൾ: നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർമ്മിപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. തെറ്റിപ്പോകാതിരിക്കാൻ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വചനങ്ങൾ ഓർക്കണം. വചനാടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും വിവേചിക്കണം. 4. കഷ്ടമനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ. എബ്രായ ലേഖനം 13:3. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും, നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. ദുരിതമനുഭവിക്കുന്നവരെയും വിശേഷാൽ കഷ്ടപ്പെടുന്ന സഹവിശ്വാസികൾക്കും നാം നന്മ ചെയ്യണം. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. 5. ഏതിൽ നിന്ന് വീണുവെന്ന് ഓർത്തുകൊള്ളുക. വെളിപ്പാട് 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. രക്ഷിക്കപ്പെട്ടവരിൽ വീഴ്ചകൾ ഉണ്ടാകാം, എന്നാൽ വീണിടത്തും വീണതിലും തുടരുന്നത് യോഗ്യമല്ല. തെറ്റുതിരുത്തി മുന്നേറണം. എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ജീവിതത്തിലെ കുറവുകൾ, ജീവിതത്തിലെ ബലഹീനതകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവകരുണ പ്രാപിച്ച് മുൻപോട്ടു പോകുവാൻ സർവശക്തൻ കൃപ തരട്ടെ. വാടിത്തളർന്നു പോകരുത്. കാലമതിൻ്റെ അന്ത്യത്തിൽ എത്തപ്പെട്ടു കഴിഞ്ഞു. ശവക്കുഴി കാണാതെ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ അരികിലേക്ക് ചേക്കേറേണ്ട കൂട്ടമാണ് നാം. ആകയാൽ ആകുലങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥന കൈമുതലാക്കി നിത്യം നോക്കി ഓട്ടമോടാം. കർത്താവ് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.